ഈ ഗാന്ധിയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന അഹിംസ എന്നാണ്. അഹിംസ ഏറ്റവും ശക്തമായ ഒരു ആയുധമാക്കി മാറ്റി സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തെ കിട്ടുകിട്ടാമറപ്പിച്ച ഗാന്ധി എന്നൊക്കെയാണ് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ പഠിപ്പിച്ചിട്ടുള്ളതും ഇങ്ങനെ വാഴ്ത്തിപ്പാടലുകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ഇതിൽ അഹിംസ ഗാന്ധിയുടേതാണ്. അഹിംസ ഗാന്ധിയുടെ അല്ല, ആ ചോദ്യം തന്നെ തെറ്റാണ്. അഹിംസ വേദങ്ങളിലുള്ളതാണ് അല്ലേ? അതെ. പക്ഷെ അഹിംസ ഒരു സമരായുധമാക്കിയത് ഗാന്ധിയാണോ? അതായത് അഹിംസ ഗാന്ധിയിലേക്ക് എത്തുന്നത് ടോൾസ്റ്റോയ് വഴിയാണ്. അതിന് ഗാന്ധിയുടെ തന്നെ എഴുത്തുകളിൽ നിന്നൊക്കെ തെളിവുകളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജയ്പൂർ സാഹിത്യോത്സവത്തിൽ ഈ ജയ്പൂരിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അതിൽ ടോൾസ്റ്റോയുടെ ഗ്രേറ്റ് ഗ്രാൻഡ് സൺ, കൊച്ചു മകൻ, പിന്നെ ഗോപാലകൃഷ്ണ ഗാന്ധിയുടെ ഗ്രേറ്റ് ഗ്രാൻഡ് സൺ, ഇവർ രണ്ടുപേരും ഇരുന്നിട്ടൊരു സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ മുതുമുത്തച്ഛൻ പ്രപിതാമഹന്മാരെ പറ്റി അവർ സദസ്സിലുള്ളവരോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. രണ്ട് വലിയ വംശങ്ങളിലുള്ളവരാണല്ലോ. ഉന്നത കുലജാതർ എന്ന് പറയാമോ എന്ന് അറിഞ്ഞുകൂടാ, പക്ഷേ വലിയ വംശങ്ങളിലുള്ള ആളുകൾ അവരിങ്ങനെ അവരുടെ മുതുമുത്തച്ഛന്മാരെ പറ്റി ഒരുപാട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ സംഗതി, അതായത് താരകാനാഥ് ദാസ് എന്ന് പറഞ്ഞൊരു വലിയ വിപ്ലവകാരി നമുക്കുണ്ടായിരുന്നു. കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിരുന്നു അദ്ദേഹം പിന്നീട്. പക്ഷേ അതിനു മുമ്പ് ബംഗാളിൽ അനുശീലൻ സമിതി എന്ന് പറഞ്ഞിട്ട് പി കൃഷ്ണപിള്ളയൊക്കെ അനുശീലൻ സമിതിയിൽ അംഗമായിരുന്നു. പിന്നീട് ജയിലിൽ വെച്ചിട്ട് EMSനെയും അനുശീലൻ സമിതിയിൽ അംഗമായിട്ട് ചേർക്കുന്നൊക്കെ ഉണ്ട്. വിപ്ലവ സംഘടനയായിരുന്നു ബംഗാളിലെ. അതിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ആളാണ് അദ്ദേഹം. അത് കഴിഞ്ഞ് ആ സമിതിയിലൊക്കെ പ്രവർത്തിക്കുന്ന കാലത്ത് മദ്രാസിൽ ഒക്കെ വന്നിട്ട് വലിയ പ്രഭാഷകനായിരുന്നു അദ്ദേഹം. ഈ വിവേകാനന്ദനും ബിപിൻ ചന്ദ്ര ബാലനൊക്കെ തുല്യമായിട്ട് തന്നെ പ്രഭാഷകൻ എന്നുള്ളതിലേക്ക് അറിയപ്പെട്ടിരുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു ലെക്ചർ ടൂർ നടത്തിയിരുന്നു. ഈ അനുശീലൻ സമിതിയിലൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് മദ്രാസിലുമൊക്കെ വന്നിരുന്നു. പക്ഷേ അന്ന് താരക ബ്രഹ്മചാരി എന്നുള്ള പേരിലാണ്, പേര് മാറി ആണ് വന്നിരുന്നത്. ഒരു സന്യാസി എന്നുള്ള മട്ടിലാണ് വന്നിരുന്നത്. ആ സമയത്ത് ഉണ്ടായ ഈ ശിഷ്യരെ പോലുള്ള ആളുകളാണ് നീലകണ്ഠ ബ്രഹ്മചാരി, സുബ്രഹ്മണ്യ ശിവ, ചിദംബരം പിള്ള തുടങ്ങിയ ആളുകളൊക്കെ. ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ട് വലിയ പ്രചോദനം ഉൾക്കൊണ്ടവരാണ്. സുബ്രഹ്മണ്യ ശിവ സദാനന്ദ സ്വാമികളുടെയും ശിഷ്യനായിരുന്നു എന്ന് നമ്മൾ സദാനന്ദ സ്വാമികളെ പറ്റി സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു. ഇത് കഴിഞ്ഞ് 1905 ജപ്പാനിൽ പോയി. ജപ്പാനിൽ പിടിക്കപ്പെടുന്നപ്പോൾ 1907 സിയാറ്റിലേക്ക് പോയി, അമേരിക്കയിൽ. പിന്നെ അവിടെ തന്നെയൊക്കെ പഠിച്ചിട്ടൊക്കെയാണ് പ്രൊഫസറൊക്കെ ആവുന്നത്, കുറച്ച് സമയമൊക്കെ എടുത്തിട്ട്. അപ്പോഴും ഫ്രീ ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞിട്ടൊരു പത്രം അവിടെ നടത്തി. ഇന്ത്യയുടെ മോചനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നൊരു പത്രം നടത്തി. അപ്പോൾ ആ പത്രത്തിൽ എന്തെങ്കിലുമൊക്കെ എഴുതണം എന്ന് പറഞ്ഞിട്ട് 2 കത്തുകൾ താരകാനാഥ് ദാസ് ടോൾസ്റ്റോയ്ക്ക് എഴുതിയിരുന്നു. ടോൾസ്റ്റോയ് അദ്ദേഹത്തിന് 6000 വാക്കുകളുള്ള ഒരു ലേഖനം അയച്ചു കൊടുത്തു. അതിൽ പ്രസിദ്ധീകരിച്ചു. ആ ലേഖനത്തിൻ്റെ ശീർഷകം എ ലെറ്റർ ടു എ ഹിന്ദു എന്നായിരുന്നു. ഒരു ഹിന്ദുവിനയച്ച കത്ത്. അതെ എന്നായിരുന്നു ആ ലേഖനത്തിൻ്റെ ശീർഷകം. അതൊരു ചെറിയ പുസ്തകമായിട്ടുമുണ്ട് ടോൾസ്റ്റോയുടെ. അപ്പോൾ ആ ലേഖനം ലണ്ടനിൽ ഒരു സന്ദർശനത്തിന് ജോഹന്നാസ്ബർഗിൽ നിന്ന്, ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് വന്ന ഗാന്ധി ഈ മറ്റേ പത്രമുണ്ടല്ലോ ഫ്രീ ഹിന്ദുസ്ഥാൻ, താരകാനാഥ് ദാസ് നടത്തിയിരുന്ന പത്രം, അത് ലണ്ടനിൽ കണ്ടു ഈ ലേഖനമുള്ളത്, ടോൾസ്റ്റോയുടെ ലേഖനമുള്ളത്. അപ്പോൾ അതാണ് ഗാന്ധിക്ക് പ്രചോദനമായത്. എന്നിട്ട് ഗാന്ധി ടോൾസ്റ്റോയ്ക്ക് കത്തെഴുതി. ഇത് ഞാൻ എൻ്റെ ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന് പറഞ്ഞ പത്രത്തിൽ ജോഹന്നാസ്ബർഗിൽ നടത്തുന്ന അതിലിത് പുനഃപ്രസിദ്ധീകരിച്ചോട്ടെ ഇതേ ലേഖനം എന്ന് ചോദിച്ചു. അങ്ങനെ അത് ഗാന്ധി പുനഃപ്രസിദ്ധീകരിക്കുകയും ചെയ്തു. വലിയ പ്രചോദനമായി ലേഖനം. അത് ഗുജറാത്തിലേക്ക് ഗാന്ധി പരിഭാഷ ചെയ്യുകയും ഉണ്ടായി. അത്രയും ഗാന്ധിയെ ആകർഷിച്ചു അത്. ഇത് 2 കത്ത് താരകാദാസ് ടോൾസ്റ്റോയ്ക്ക് എഴുതിയപ്പോൾ ടോൾസ്റ്റോയ് സാധാരണ
നോവലൊക്കെ എഴുതുന്നത് പോലെ തന്നെ ഒരുപാട് അധ്വാനിച്ച് ഗവേഷണമൊക്കെ നടത്തിയിട്ടാണ് ഇത് ചെയ്തത്. 7 മാസം എടുത്തു ഇത് എഴുതാൻ. അത് ശരി. 29 കരട് മാറി എഴുതി ഇതിനു വേണ്ടി. ഒരു നോവൽ എഴുതി പിന്നെ മാറ്റി എഴുതി, അങ്ങനെ എഴുതി 29 തവണയോ? 29 കരടുകൾ എഴുതി. 413 പേജ് ഉണ്ട് കൈകൊണ്ട് എഴുതിയത്. 413 പേജ്, 6000 വാക്കുകൾ. ഇനി ഇതിലുള്ളത് എന്താണെന്ന് നോക്കാം. ടോൾസ്റ്റോയ് പറയുകയാണ്, നമ്മുടെ ഇവിടെ സ്വാതന്ത്ര്യ സമരത്തിലേക്കൊക്കെ ചർച്ചയൊക്കെ നടക്കുകയാണല്ലോ, കോൺഗ്രസ് ഒക്കെ ഉണ്ടായിട്ട്. ഇത് 1908-ലാണിത്. ഗാന്ധിയൊക്കെ ഉണ്ടായി വരുന്നേ ഉള്ളൂ. സ്നേഹം കൊണ്ട് കൊളോണിയൽ സമരത്തിൽ നിന്ന് ഇന്ത്യൻ ജനതയെ മുക്തരാക്കാനാവും. സ്നേഹം കൊണ്ട് ഇന്ത്യൻ ജനതയെ കൊളോണിയൽ ഭരണത്തിൽ നിന്ന് മുക്തരാക്കാൻ കഴിയും. ലോകമതങ്ങളിൽ സ്നേഹമുണ്ട്. അക്രമാസക്ത വിപ്ലവത്തിന് പ്രതിഷേധം, പണിമുടക്ക് തുടങ്ങിയ സമാധാന പ്രതിരോധങ്ങളുണ്ട്. അക്രമം വേണ്ടാന്ന് 1905 അവിടെ വിപ്ലവം കണ്ടിട്ടുണ്ട്, അക്രമാസക്ത വിപ്ലവം ടോൾസ്റ്റോയ്. അത് ശരിയല്ല എന്നും അദ്ദേഹത്തിന് തോന്നിയിരുന്നു. അപ്പോൾ അക്രമാസക്ത വിപ്ലവത്തിന് പ്രതിഷേധം, പണിമുടക്ക് തുടങ്ങിയ സമാധാന പ്രതിരോധങ്ങളുണ്ട്. അടുത്ത വാചകം, അഹിംസാത്മക പ്രതിരോധങ്ങളാണ് ബദൽ. ആ ദീർഘപ്രബന്ധത്തിൽ പറയുന്നതാണത്. ടോൾസ്റ്റോയ് ഈ ദീർഘപ്രബന്ധത്തിൽ സ്വാമി വിവേകാനന്ദൻ, ശ്രീകൃഷ്ണൻ, യേശു എന്നിവരുടെ വചനങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. ടോൾസ്റ്റോയ്ക്കിൽ വലിയ സ്വാധീനം ചെലുത്തിയ ആളാണ് സ്വാമി വിവേകാനന്ദൻ. അങ്ങനെ ഒരു റൂട്ടും ഉണ്ട്. തിരുക്കുറലിനെ പറ്റി ഇതിൽ ഇന്ത്യൻ കുറൽ എന്നാണ് എഴുതിയിരിക്കുന്നത് ടോൾസ്റ്റോയ്. അന്ന് ഗാന്ധി അത് കേട്ടിട്ടില്ല. ഗാന്ധി പിന്നീട് ജയിലിലായിരിക്കുമ്പോഴാണ് തിരുക്കുറൽ വായിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഈ 1894 ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു എന്ന് പറഞ്ഞ് ടോൾസ്റ്റോയുടെ ഒരു ബുക്കുണ്ട്. ഇത് രണ്ടുമാണ് ഗാന്ധിയുടെ അഹിംസാ സിദ്ധാന്തം. ഇതിൽ രണ്ടിൽ നിന്നുമാണ് ഉണ്ടായത്. ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നിന്നാണ് യഹോവ സാക്ഷികളും ഉണ്ടായത്. ദൈവത്തിൻ്റെ സാമ്രാജ്യം നിൻ്റെ ഉള്ളിലാണ്. അതെ. അപ്പോൾ ഇതിൽ നിന്നാണ് അവരെടുത്തതെന്ന് അവരും അവകാശപ്പെടുന്നുണ്ട്, ആ പുസ്തകത്തിൽ നിന്ന്. പക്ഷെ പ്രധാനമായിട്ടും എ ലെറ്റർ ടു എ ഹിന്ദുവിൽ നിന്നാണ് ഗാന്ധിയുടെ അഹിംസാ സിദ്ധാന്തം ഉണ്ടാകുന്നത്. 1909 ഗാന്ധി ലണ്ടനിൽ ചെല്ലുന്നുണ്ട്. ആ ഗാന്ധി ലണ്ടനിൽ ചെല്ലുന്നതിന് 9 ദിവസം മുമ്പാണ് ഈ മദൻലാൽ ദിൻഗ്ര, സവർക്കർ അനുഗ്രഹിച്ചു വിട്ട മദൻലാൽ ദിൻഗ്ര കഴ്സൺ വില്ലി എന്ന് പറഞ്ഞ പ്രോസിക്യൂട്ടറെ വെടിവെച്ച് കൊല്ലുന്നത് അവിടെ. അപ്പോൾ അവിടെ ഒരു മറ്റേ ഹിംസ നടന്നിട്ടുണ്ട്. സവർക്കർ അനുഗ്രഹിച്ചു വിടുന്നതൊക്കെ മറ്റേ സവർക്കർ സിനിമയിലും കാണാം. മദൻലാൽ ദിൻഗ്രയെ അനുഗ്രഹിച്ചു വിടുന്നത്, കഴ്സൺ വില്ലിയെ കൊല്ലുന്നത്. അപ്പോൾ 1909 ജൂലൈ 1 അത് ലഫ്റ്റനൻറ്റ് കേണൽ കഴ്സൺ വില്ലിയെ കൊല്ലുന്നത്. ആ സമയത്താണ് ഗാന്ധി ഈ ടോൾസ്റ്റോയുടെ ഈ ദീർഘപ്രബന്ധം വായിക്കുന്നത്. അങ്ങനെ റിജക്റ്റ് വയലൻസ് എന്നുള്ള ടോൾസ്റ്റോയുടെ ആശയം, അക്രമം നിരസിക്കുക എന്നുള്ളത് ഗാന്ധിയുടെ ഉള്ളിൽ കയറി. സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്നേഹം മാത്രമാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള സിദ്ധാന്തത്തിലെത്തി. ടോൾസ്റ്റോയ്ക്ക് അന്ന് 80 വയസ്സാണ്, ഗാന്ധിക്ക് 40 വയസ്സ് ഈ പ്രബന്ധം വരുമ്പോൾ. 1905 വിപ്ലവ ക്രൂരതകൾ ടോൾസ്റ്റോയ് കണ്ടിരുന്നു. മറ്റേ റഷ്യയിൽ 45 വയസ്സിൽ ഗ്രീക്കൊക്കെ പഠിച്ചിട്ടാണ് ഈ ഓൾഡ് ടെസ്റ്റമെൻ്റൊക്കെ വായിക്കാൻ വേണ്ടി ഗ്രീക്ക് ഭാഷ പഠിക്കുകയൊക്കെ ചെയ്തിരുന്നു ടോൾസ്റ്റോയ്. ഗാന്ധി എന്നിട്ട് 1909, 1910 ഒരു കൊല്ലം ടോൾസ്റ്റോയുമായിട്ട് കത്തിടപാടുണ്ടായിരുന്നു ഗാന്ധിക്ക്. അവസാനത്തെ കത്തിൽ ടോൾസ്റ്റോയ്, ഗാന്ധിക്ക് എഴുതിയ അവസാനത്തെ കത്തിൽ ടോൾസ്റ്റോയ് ഒരു കഥ ഓർമ്മിച്ചിട്ടുണ്ട്. ആ കഥ എന്താണെന്ന് വെച്ചാൽ, ഒരു ബിഷപ്പ് ഒരു സൺഡേ സ്കൂളിൽ വിദ്യാർത്ഥികളോട്
10 കൽപ്പനകളെപ്പറ്റി, യേശുവിൻ്റെ 10 കൽപ്പനകളെപ്പറ്റി പ്രഭാഷണം നടത്തുകയായിരുന്നു. അപ്പോൾ ആ 10 കൽപ്പനകളിൽ ദൗ ഷാൽ നോട്ട് കിൽ എന്നുണ്ട്, ആരെയും കൊല്ലരുത്, നീ ആരെയും കൊല്ലരുത് എന്ന് ഉണ്ട്. അപ്പോൾ കുട്ടികൾ അങ്ങോട്ട് മെത്രാനോട് ചോദിച്ചു, ഇതിനോട് അങ്ങ് യോജിക്കുന്നുണ്ടോ? അങ്ങനെ നമുക്ക് എല്ലാ സന്ദർഭത്തിലും കൊല്ലാതിരിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ മെത്രാൻ പറഞ്ഞു, യുദ്ധത്തിൽ ആകാം, ചില സമയത്ത് ക്രിമിനലുകളെ ഒക്കെ നമുക്ക് കൊല്ലാം എന്ന് മെത്രാൻ പറഞ്ഞു. അപ്പോൾ ഒരു പെൺകുട്ടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഒരവസരത്തിലും ഒരാളെയും കൊല്ലരുത് എന്ന് പറഞ്ഞു. ഇത് ഗാന്ധിക്ക് എഴുതിയ അവസാനത്തെ കത്തിൽ ടോൾസ്റ്റോയി ഈ കത്ത് ഒക്കെ ഈ സംഭവം ഓർമ്മിച്ചിരുന്നു. പിന്നീട് ഈ സൗത്ത് ആഫ്രിക്കയിലുള്ളപ്പോൾ തന്നെ ഗാന്ധി ടോൾസ്റ്റോയ് ഫാം എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ, അത് ടോൾസ്റ്റോയുടെ മരണശേഷമാണ് ടോൾസ്റ്റോയ് ഫാം ഉണ്ടാവുന്നത് എന്ന് അതിന് പേരിടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഗാന്ധിക്ക് ഈ അഹിംസ വന്ന വഴി. ഒരു സംശയം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, അല്ലെ നമ്മൾ ഉൾപ്പെടെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, ഗാന്ധിക്ക് ഇന്ത്യയിലെ പുരാണങ്ങൾ, വേദങ്ങൾ, ഇതിഹാസങ്ങൾ ഇതിലൊക്കെ വലിയ അഗാധമായ പാണ്ഡിത്യമുണ്ട്, ഗീതയ്ക്ക് അദ്ദേഹം ഭാഷ്യം എഴുതിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പോൾ നമ്മുടെ പാരമ്പര്യമായി നമുക്ക് കിട്ടിയ അമൂല്യമായ ഗ്രന്ഥങ്ങളൊക്കെ അഹിംസയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഗാന്ധിക്ക് സ്ട്രൈക്ക് ചെയ്തില്ലേ? ടോൾസ്റ്റോയ് പറയുന്നവരെ അൺടു ദൈ ലാസ്റ്റ് എന്നാണ് തോന്നുന്നു, റസ്കിൻ്റെ പുസ്തകം, ജോൺ റസ്കിൻ. ഇത് നമ്മൾ മധുരയിലെ ആ ഗാന്ധിഗ്രാം അവിടെ പോകുമ്പോഴൊക്കെ ഞാൻ അവിടെ നിന്നാണ് ഈ റസ്കിൻ്റെ അൺടു ദൈ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇതൊക്കെയാണ് ഗാന്ധിയെ സ്വാധീനിച്ചിട്ടുള്ളതെന്ന് ഗാന്ധിയുടെ, അതായത് ഗാന്ധിയുടെ ഫോർമേറ്റീവ് ഇയേഴ്സ് ഉണ്ടല്ലോ, ഗാന്ധിയുടെ രൂപപ്പെട്ടു വരുന്ന വർഷങ്ങൾ. ഗാന്ധി മറ്റേ പിതാവ് മരിക്കാൻ കിടക്കുമ്പോൾ കാലിൻ്റെ ചൂട്ടിൽ വന്നിട്ട് ഒരാൾ രാമായണം വായിക്കുന്ന കഥയൊക്കെ, രാമനാമം, റാം നാം എന്ന് പറഞ്ഞ അവസാനത്തെ പുസ്തകത്തിലൊക്കെ അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാ ഹിന്ദു ഗ്രന്ഥങ്ങളിലും അങ്ങനെയൊക്കെ കാണും. പക്ഷെ അതിൽ നിന്ന് അഹിംസ, നമ്മൾ രാമായണം വായിക്കുമ്പോൾ, മഹാഭാരതം വായിക്കുമ്പോൾ നമുക്ക് ഉടനെ ഇങ്ങോട്ട് അഹിംസ ആരും തരുന്നില്ലല്ലോ. ഇത് ഒരു സിദ്ധാന്തമായിട്ട് ടോൾസ്റ്റോയുടെ തന്നെ ഈ പ്രബന്ധത്തിൽ, അതായിരിക്കും ഗാന്ധിക്ക് വളരെ പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്തത്. അതായിരിക്കും അതിൽ പറയുന്നുണ്ടല്ലോ, കൊളോണിയലിസത്തിനെതിരായ സമരത്തിനെതിരെ നിങ്ങൾ അഹിംസ പ്രയോഗിക്കുമെന്നും കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് പറയുന്നുണ്ടല്ലോ. അഡ്വൈസ് ആണ്. അങ്ങനെ തന്നെ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ വായിക്കുമ്പോൾ ജോൺ റസ്കിൻ്റെ ഈ പുസ്തകം ഗാന്ധി ആ കാലത്ത് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വേദങ്ങളും ഉപനിഷത്തുകളും പുരാണങ്ങളും ഒന്നും വലിയ കാര്യമായി സ്വാധീനിച്ചിട്ടൊന്നുമില്ല ആ സമയത്തില്ല. പിന്നെ അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഈശാവാസ്യോപനിഷത്തിലെ തേന തെക്തേന ഭുഞ്ചീത എന്ന് പറയുന്ന സാധനങ്ങൾ പറയുന്നുണ്ട്. ഈ ഭഗവത്ഗീതയുടെ അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനത്തിനെ പറ്റി 2 പക്ഷം ഉണ്ട് താനും. അത് വേറൊരു കാര്യത്തിന് വേണ്ടി, നമ്മളെ അലസരായിട്ട് നിർത്താൻ വേണ്ടിയിട്ടുള്ള വ്യാഖ്യാനമാണ്. അതായത് ഈ ഉടനെ ബ്രിട്ടൻ വിട്ടു പോകണം എന്നൊന്നുള്ള ആഗ്രഹമൊന്നും ഗാന്ധി ഡൊമീനിയനായിട്ടൊക്കെ. അതുകൊണ്ട് തന്നെ ഏറ്റവും ആധികാരികമായ ഒരു വ്യാഖ്യാനമായി ഗാന്ധിയുടെ വ്യാഖ്യാനം ആരും പരിഗണിക്കുന്നില്ലല്ലോ. തിലകന്റെ വ്യാഖ്യാനം അതിന് മുമ്പേ ഉണ്ട്. തിലകൻ ജയിലിൽ നിന്ന് എഴുതിയത് കുറച്ചുകൂടി വലിയ വ്യാഖ്യാനം ഉണ്ട് താനും. അപ്പോൾ അങ്ങനെ, പക്ഷെ പൊതുവെ സനാതനിയായിട്ടുമൊക്കെ ഗാന്ധിയെ കാണുന്നുണ്ട്. പക്ഷെ അങ്ങനെ സനാതനിയൊക്കെ ആയിട്ട് ഭാവിക്കുന്നുണ്ട്. പക്ഷെ സനാതനിയായിട്ട് ഘാതകനെ കാണുന്ന ആളുകളും ഉണ്ടല്ലോ. അതെ, അങ്ങനെ ഘാതകനാണ് കൂടുതൽ സനാതനി എന്ന് തോന്നുന്നു എന്ന് വിചാരിക്കുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ കാരണം ഘാതകൻ അതിനുശേഷം കോടതിയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗം പറയുന്നുണ്ട്, ഞാൻ എന്തുകൊണ്ട് ഗാന്ധിയെ കൊന്നു. അത് വായിക്കുമ്പോൾ ആരാണ് കൂടുതൽ സനാതനി എന്ന് വ്യക്തമാകും. അത് ഇപ്പോൾ ആ മനോഹർ മൾഗോങ്കർ എഴുതിയ ദ മെൻ ഹൂ കിൽഡ് ഗാന്ധി ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സംഗതികൾ അതിൽ നിന്ന് നമുക്ക് പുതുതായിട്ട് ആ പുസ്തകത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് കൂടി കിട്ടുന്നുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ആ പുസ്തകത്തെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. പുതിയ പുസ്തകങ്ങൾ വരുമ്പോൾ, സാർ ഒരുപാട് പുതിയ പുസ്തകങ്ങൾ വായിക്കുന്ന ആളാണല്ലോ, പുതിയ പുസ്തകങ്ങൾ വരുമ്പോൾ ആ പുസ്തകങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ചും ചരിത്ര പുസ്തകങ്ങളാണ് വായിക്കുക. അതെ, അത് നമുക്ക് കഥയമ്മയിൽ ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് പോലെ ഇപ്പോൾ നമ്മൾ തുടക്കുമ്പോഴേ കഥയമ്മയിലേക്ക് സ്വാഗതം ഒന്നും പറയുന്നില്ല. കാരണം ആളുകൾക്കറിയാം ഇത് കഥയമ്മയാണെന്നുണ്ട്. അപ്പോൾ കഥയമ്മയിൽ നമുക്ക് അത്തരം ഈ ചരിത്രത്തിലെ പുതിയ വെളിപ്പെടുത്തലുകളൊക്കെയുള്ള പുസ്തകങ്ങളെ കൂടി ഒന്ന് വായനക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വായിക്കുമ്പോഴാണ്
സവർക്കർക്ക് ലണ്ടനിലൊരു കാമുകയുണ്ടായിരുന്നു, മാർഗരറ്റ് ലോറൻസ്. പുതിയ അറിവാണല്ലോ. മെൻ ഹു കിൽഡ് ഗാന്ധി വായിക്കുമ്പോഴാണ് അവരെ പറ്റിയൊക്കെ ആർക്കെങ്കിലും അന്വേഷിച്ച് പുസ്തകം എഴുതാവുന്നതല്ലേ. അദ്ദേഹം ആ മാർസേസിൽ നിന്ന് അന്ന് കപ്പലിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടില്ല. അതിനുശേഷം പിന്നെ അവരെ കണ്ടിട്ടില്ല എന്നും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഏതായാലും നമുക്ക് ആ പുസ്തകത്തെക്കുറിച്ച് ഒന്ന് സംസാരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.